ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ളോഗ്. വെണ്ടയ്ക്ക വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വെണ്ടയ്ക്ക റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ എണ്ണയിൽ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. വെണ്ടയ്ക്കയുടെ കളറ് മാറി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ വഴുവഴുപ്പൊന്ന് മാറിക്കിട്ടുന്നത് വരെ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നും പറയുന്നത് പോലെ തന്നെ പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതേ ചട്ടിയിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നത് എങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. വെളുത്തുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ടൈമിൽ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. പുളി കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന ടൈമിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പൊടികളുടെ മണം മാറി വരുന്ന ടൈം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ.
കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി കുറുക്കിയെടുക്കുന്നുണ്ട്. കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.